നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിപ്പർ ജയാനന്ദനെ ഇരിഞ്ഞാലക്കുട കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിവിധയിടങ്ങളിൽ കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് തുടക്കമായി. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓണാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. റിപ്പർ ജയാനന്ദനെ 14 ദിവസത്തേക്ക് ഇരിഞ്ഞാലക്കുട കോടതി റിമാൻഡ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുതുക്കാട് CI N മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജയാനന്ദനെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ എത്തിച്ചത്. നിലവിലെ 5 കേസുകൾക്കാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ മജിസ്ട്രേറ്റ് KP ജോയ് ഈ മാസം 26 വരെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് ജയാനന്ദനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിവിധയിടങ്ങളിൽ കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് തുടക്കമായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണം വിപണനമേള ചന്ദ്രാപിന്നിയിൽ ആരംഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, CDS ചെയർപേഴ്സൺ ഷീന വിശ്വൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജയ് വൈനപ്പള്ളി, MG ചന്ദ്രൻ, മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓണച്ചന്ത ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ആഹാര സാധനങ്ങളൊക്കെ തന്നെ കുടുംബശ്രീ ഉത്പാദിപ്പിച്ച കുടുംബശ്രീ ഉണ്ടാക്കിയതാണ്. അതുപോലെ നാടൻ പച്ചക്കറികളുണ്ട്, കുടുംബശ്രീക്കാർ ഉണ്ടാക്കിയ നൈറ്റുകൾ, മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു പുറമേ നിന്ന് വാങ്ങിയ ഒരു സാധനങ്ങൾ, അതായത് ഭക്ഷ്യ വസ്തുക്കളൊന്നും തന്നെ ഇവിടെ വെച്ച് വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി കുടുംബശ്രീ പ്രവർത്തകർ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിപണനം നടത്തുന്നത്. 15-ാം തീയതി ഉച്ചവരെ നമ്മളിത് സ്റ്റാൾ ഉണ്ടാവും. എല്ലാവരും സഹകരിക്കുക. കൂടുതൽ കാര്യങ്ങളും പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM സുബ്രഹ്മണ്യൻ, CDS ചെയർപേഴ്സൺ പ്രീതി ഹരിദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ പ്രകാശൻ, TP രഘുനാഥ്, വിനീത മോഹൻദാസ്, ഗീത മാധവൻ, MK സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്ത 3 പീടിക അറവുശാല ബസ് സ്റ്റാൻഡ് കോമ്പൗണ്ടിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സഹോദരിമാരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഈ ഓണച്ചന്തയിൽ വിൽക്കപ്പെടുകയാണ്. നമുക്കറിയാം, കുടുംബശ്രീകൾ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് എവിടെ തിരിഞ്ഞാലും കുടുംബശ്രീ സംവിധാനമില്ലാത്ത ഒരു സംഘടനകളും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് കഴിഞ്ഞാലും നല്ലൊരു ചന്ത ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ നിങ്ങളുടെ നല്ലവരായ ഈ പരിസര ഭാഗത്തുള്ള എല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മാത്രമേ ഈ കുടുംബശ്രീ ചന്ത വിജയിച്ച് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബശ്രീ വൈസ് പ്രസിഡന്റ് PM മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ MM അബ്ദുൾ റഹ്മാൻ ആദ്യ വിൽപ്പന നടത്തി. CDS ചെയർപേഴ്സൺ LC വിൻസെന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K സുരേഷ്, FG ചന്ദ്രൻ, വാർഡ് അംഗങ്ങളായ CJ ജോഷി, മണി ഉല്ലാസ്, ജാൻസി റാഫേൽ, PB താജുദ്ദീൻ, KG ദിലീപ്, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ സെമിനാർ കാളമുറി നോബൽ പാലസിൽ നടന്നു. കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് KB അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. DCC മെമ്പർമാരായ KD നീലാംബരൻ, PMA ജബ്ബാർ, CS രവീന്ദ്രൻ, ഇന്ദിര രാധാകൃഷ്ണൻ, MG ചന്ദ്രൻ, CC ബാബുരാജ്, RB മുഹമ്മദ് അലി, പ്രൊഫസർ KA അബ്ദുൽ വഹാബ്, KK അബു, PK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഒരു നിയമമാണ് കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ബില്ലായിരുന്നു ഭക്ഷ്യ സുരക്ഷാ ബില്ല്. അത് ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും അത് പാസ്സാക്കിയതിനോടനുബന്ധിച്ച് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തന പരിപാടികളുമായി നമ്മുടെ പാർട്ടി മുന്നോട്ട് പോകുന്നു.
ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള പ്രവർത്തന പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കുകയാണ്. NREG വർക്കേഴ്സ് യൂണിയൻ കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ മുഴുവൻ തൊഴിലാളികൾക്കും 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൽകുമെന്ന പ്രഖ്യാപനം നടപ്പാക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും ഓണക്കോടി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കാളമുറി നിന്നാരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSKTU നാട്ടിക ഏരിയ സെക്രട്ടറി MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് ടെൻഡർ കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു തുണിമില്ലിനാണ്. ആ തുണിമില്ലുകാര് സാരി ഇവിടെ കൊടുക്കുന്നത് അതിന്റെ യഥാർത്ഥ വില 200 രൂപയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ 200 രൂപ വിലയുള്ള സാരി 350 രൂപയ്ക്ക് ടെൻഡർ കൊടുത്തുകൊണ്ട് അതിന്റെ കമ്മീഷൻ തട്ടിയെടുക്കുന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ 350 രൂപയ്ക്ക് ഉള്ള സാരി ആണ് ആ വില നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പോ ഇവർക്ക് ലഭിക്കുക. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ ഹംസ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PC മനോജ്, PK വിദ്യാധരൻ, ജയലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.